നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഗ്രീസ്, പാരീസ്, അഡലൈഡ്സ്, ഇന്ത്യ. പള്ളികളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? അഡലൈഡ്സ് ആണ് ശരിയായ ഉത്തരം. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം ഗോവ, സിക്കിം, പഞ്ചാബ്, ഹരിയാന. ഇന്ത്യയുടെ അന്റാർട്ടിക് പര്യവേഷണത്തിന്റെ ആസ്ഥാനം ഗോവയാണ്. കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്ന വർഷം 2001, 2003, 2000, 2006. കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടം നടന്നത് 2003 ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യം ഏത്? സീലാകാന്ത്, ടർപൂഡോ, കഡ്ല, രോഹു. ജീവിക്കുന്ന ഫോസിൽ എന്നറിയപ്പെടുന്ന മത്സ്യമാണ് സീലാകാന്ത്. ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കാറ്റ്, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ. ബാരോമീറ്ററിന്റെ നിരപ്പ് പെട്ടെന്ന് താഴുന്നത് കൊടുങ്കാറ്റിനെ സൂചിപ്പിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏത്? ചൈന, നേപ്പാൾ, റഷ്യ, ഇന്ത്യ. ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരം ഹൈദരാബാദ്, മംഗളൂരു, മുംബൈ, ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരമാണ് മുംബൈ. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ചിക്കൻ പോക്സ്, മലമ്പനി, ക്ഷയം, ടൈഫോയിഡ്. ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്ര? 5600 ഡിഗ്രി സെൽഷ്യസ്, 5300, 5500 ഡിഗ്രി സെൽഷ്യസ്, 5000 ഡിഗ്രി സെൽഷ്യസ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, ഹൈഡ്രോസയാനിക് ആസിഡ്. ഇവയൊന്നുമല്ല. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോസയാനിക് ആസിഡ്. അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ, ഗ്രീസ്, നോർവേ, പാരീസ്. അർദ്ധരാത്രി സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. ചാർമിനാർ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്, ലക്നൗ, ഡൽഹി, മിസോറാം. ഏത് നഗരത്തിലാണ് ചാർമിനാർ സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ്. ഉയർന്ന ചാലകതയും വഴക്കവും കാരണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകം ഏത്? വെള്ളി, ചെമ്പ്, സ്വർണം, പ്ലാറ്റിനം. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മൂലകമാണ് സ്വർണം. അമേരിക്കയുമായി ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? സ്പെയിൻ, കാനഡ, ഉക്രൈൻ, റോം. ഏറ്റവും ദൈർഘ്യമേറിയ കര അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് കാനഡ. നിത്യവസന്തത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? നേപ്പാൾ, ഇന്ത്യ, ചൈന, സ്വീഡൻ. നിത്യവസന്തത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ചൈന. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം. ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഒട്ടോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി അവസാനിച്ച വർഷം 1921, 1922, 1920, 1918. ഒട്ടോമൻ സാമ്രാജ്യം അവസാനിച്ചത് 1922 പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത്? സൂര്യൻ, ജലം, മണ്ണ്, വായു. നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് സൂര്യൻ.
ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും സാധാരണമായി കാണപ്പെടുന്ന വാതകം ഓക്സിജൻ, സൾഫർ, നൈട്രജൻ, ഹീലിയം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. സ്വയം പുനരുജ്ജീവിക്കാൻ കഴിവുള്ള മനുഷ്യ അവയവം ഏത്? കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം. സ്വയം പുനരുജ്ജീവിക്കാൻ കഴിവുള്ള മനുഷ്യന്റെ അവയവമാണ് കരൾ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കെനിയ, ലിവർപൂള്, സ്വിറ്റ്സർലാൻഡ്, മെക്സിക്കോ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലാണ്. ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകമായ ടാൻഗനിക്ക തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, റഷ്യ. ടാൻഗനിക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. കേശോപൂർ റാംസർ സൈറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം, കർണാടക, സിക്കിം, പഞ്ചാബ്. കേശോപൂർ റാംസർ സൈറ്റ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എപ്പോഴാണ്? 1944, 1933, 1955, 1922. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1955-നാണ്. അംഗാമി ഗോത്രം എവിടെയാണ് കാണപ്പെടുന്നത്? ലക്ഷദ്വീപ്, ശ്രീലങ്ക, നാഗാലാൻഡ് ഇവയൊന്നുമല്ല. അംഗാമി ഗോത്രം കാണപ്പെടുന്നത് നാഗാലാൻഡിലാണ്. ഒരു ദിവസത്തിൽ എത്ര തവണ ക്ലോക്കിന്റെ സൂചികൾ ഒത്തുചേരുന്നു? 21 തവണ, 20 തവണ, 22 തവണ, 19 തവണ. ഒരു ദിവസത്തിൽ 22 തവണ ഒത്തുചേരുന്നു. സ്റ്റാൻലി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യാരംസ്, ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോള്. സ്റ്റാൻലി കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണ പാരിജാത നൃത്തം ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തമാണ്? തമിഴ്നാട്, മേഘാലയ, കർണാടക, മണിപ്പൂർ. കൃഷ്ണ പാരിജാത നൃത്തം കർണാടകയുടെ നാടോടി നൃത്തമാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റലി, ഈജിപ്ത്, ഓസ്ട്രേലിയ, ഇസ്രായേൽ. ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ഫറവോന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഈജിപ്ത്, പാകിസ്ഥാൻ, അമേരിക്ക, ഇറാൻ. ഫറവോന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ബെല്ലന്തൂർ തടാകം സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത. ബെല്ലന്തൂർ തടാകം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയത് ഏത് വർഷത്തിലാണ്? 1985, 1986, 1984, 1983. 1986-ലായിരുന്നു. ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സൈനികർ ഉള്ളത്? നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, അമേരിക്ക. ഏറ്റവും കൂടുതൽ സൈനികർ ഉള്ള രാജ്യമാണ് ചൈന. ആഫ്രിക്കൻ നദികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നദി ഏത്? ഓറഞ്ച് നദി, മിസിസിപ്പി നദി, നൈൽ ഇവയൊന്നുമല്ല. ആഫ്രിക്കൻ നദികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന നദിയാണ് നൈൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, തമിഴ്നാട്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏത്? ചെവി, കണ്ണ്, തലച്ചോറ്, ഹൃദയം. മയോപ്പിയ എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗമാണ് കണ്ണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആര്? ബി ആർ അംബേദ്കർ,
വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാര്? റോബർട്ട് കോക്ക്, ചാൾസ് ബെസ്റ്റ്, ജോസഫ് ലിസ്റ്റർ, സാമുവൽ ഹാനിമാൻ. രോഗാണു വിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവാണ് ജോസഫ് ലിസ്റ്റർ. കോക്ക് ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത്? ക്ഷയരോഗം, ഹീമോഫീലിയ, പ്ലേഗ്, എലിപ്പനി. കോക്ക് ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മജൂലി, ക്യൂബ, ഗ്രീൻലാൻഡ്, പാപ്പുവ ഗിനിയ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ആണ് പാപ്പുവ ഗിനിയ. ചൈനയുടെ ദേശീയ ഗാനം ഏത്? മാർച്ച് ഓഫ് ദി വോളണ്ടിയേഴ്സ്, മാവ്തിനി, കസാമൻ, ഇഷിബിലാദി. ചൈനയുടെ ദേശീയ ഗാനമാണ് മാർച്ച് ഓഫ് ദി വോളണ്ടിയേഴ്സ്. തായ്ലാന്റിന്റെ ദേശീയ മൃഗം ഏത്? ആന, ഒട്ടകം, എരുമ, സിംഹം. തായ്ലാന്റിന്റെ ദേശീയ മൃഗമായി അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആനയെയാണ്. ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏത്? താമര, റോസ്, ഡാലിയ, ഓർക്കിഡ്. ഈജിപ്തിന്റെ ദേശീയ പുഷ്പമായി അവർ തെരഞ്ഞെടുത്തത് താമരയാണ്. കാക്ക ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യം ഏത്? ഇറാൻ, ഇറാഖ്, ഗ്രീസ്, ഭൂട്ടാൻ. കാക്കയെ ദേശീയ പക്ഷിയാക്കിയിട്ടുള്ള രാജ്യമാണ് ഭൂട്ടാൻ. ആധുനിക ബാബിലോൺ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ലണ്ടൻ, ബഹ്റിൻ, ചൈന, ഗ്രീസ്. ആധുനിക ബാബിലോൺ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ലണ്ടൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സമുദ്രം ഏത്? ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്ത്? കല്ല്, സിമന്റ്, സ്ഫടികം, കമ്പി. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ കൂടുതലായി കെട്ടിട നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത് സ്ഫടികമാണ്. ആന്ധ്രാപ്രദേശിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്? 42, 52, 62 ലോകസഭാ മണ്ഡലങ്ങൾ, 82. ആന്ധ്രാപ്രദേശിൽ 42 ലോകസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. സ്വർണ്ണാഭരണങ്ങളിൽ ചെമ്പ് ചേർക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാഠിന്യം കൂട്ടാൻ, കാഠിന്യം കുറയ്ക്കാൻ, തിളക്കത്തിന്, ഇതിനൊന്നുമല്ല. സ്വർണ്ണാഭരണങ്ങളിൽ ചെമ്പ് ചേർക്കുന്നത് കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയാണ്. പുളിച്ച പാലിൽ അടങ്ങിയിരിക്കുന്ന അമ്ലം ഏത്? മാലിക് അമ്ലം, ലാക്ടിക് അമ്ലമാണ് പുളിച്ച പാലിൽ അടങ്ങിയിരിക്കുന്നത്. ഉമാകേരളം എന്ന മഹാകാവ്യം രചിച്ചത് ആര്? വൈലോപ്പിള്ളി, ഉള്ളൂർ, വള്ളത്തോൾ, ജി ശങ്കരക്കുറിപ്പ്. ഉമാകേരളം എന്ന മഹാകാവ്യം രചിച്ചത് ഉള്ളൂറായിരുന്നു. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവൽ ഏതാണ്? ചെമ്മീൻ, നാലുകെട്ട്, വിഷകന്യക, ഒരു ദേശത്തിന്റെ കഥ. ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവലാണ് ഒരു ദേശത്തിന്റെ കഥ. ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്ന സ്ഥലം ഏത്? തിരുനെല്ലി, തിരുനാവായ, ആലുവ, ആറ്റുകാൽ. ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുന്നത് ആലുവയിലാണ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ പ്രധാന സവിശേഷത എന്ത്? തട്ടുതിരിച്ച് കൃഷി ചെയ്യുക, കൃഷിസ്ഥലങ്ങൾ മാറ്റുക, ജലസേചന സൗകര്യം മെച്ചപ്പെടുത്തുക, വിളകൾ മാറി മാറി കൃഷി ചെയ്യുക.
സൂയസ് കരാർ ദേശസാൽക്കരിച്ച ഭരണാധികാരിയാര്? യാസർ അരാഫത്ത്, സദാം ഹുസൈൻ, നാസർ, അൻവർ സദാത്ത്. ദേശസാൽക്കരിച്ചത് യാസർ അരാഫത്ത് ആയിരുന്നു. സ്പുട്നിക് ഏതു ഭാഷയിലെ വാക്കാണ്? ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച്, സ്പാനിഷ്. സ്പുട്നിക് എന്നത് ഏതു ഭാഷയിലെ വാക്കാണ്? റഷ്യൻ ഭാഷയിലെ വാക്കാണ് സ്പുട്നിക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ഏത്? ലോകബാങ്ക്, കാനറ ബാങ്ക്, റിസർവ് ബാങ്ക്, ഗ്രാമീണ ബാങ്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ലോകബാങ്ക്. ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നതെന്ന്? 1981, 1986, 1988, 1990. 1981 ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? കേരളം, കർണാടക, തമിഴ്നാട്, പഞ്ചാബ്. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? പൂന, മുംബൈ, ബംഗളൂരു, കൽക്കട്ട. റേഡിയോ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല ഏത്? പത്തനംതിട്ട, പാലക്കാട്, എറണാകുളം, മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയാണ് മലപ്പുറം. ദിർഹം ഏത് രാജ്യത്തിന്റെ നാണയമാണ്? UAE, ബഹ്റിൻ, ഖത്തർ, കുവൈത്ത്. ദിർഹം ഏത് രാജ്യത്തിന്റെ നാണയമാണ്? UAE-യുടെ നാണയമാണ് ദിർഹം. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവ് ആര്? മേനകാ ഗാന്ധി, അരുന്ധതി റോയ്, മേധാ പട്കർ, സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. കേരളത്തിൽ വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അങ്കമാലി, സൈലന്റ് വാലി, പീച്ചി, ഇടുക്കി. വനഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലിയിലാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? നീൽ ആംസ്ട്രോ, യൂറി ഗഗാറിൻ, ഡെന്നിസ് ടിസ്റ്റോ, രാകേഷ് ശർമ്മ. ഡെന്നിസ് ടിറ്റോ ആണ് ശരിയായ ഉത്തരം. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് എവിടെ നിന്ന്? ഇലകളിൽ, കായ്കളിൽ, വേരുകളിൽ, തണ്ടിൽ. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. ഏറ്റവും കാഠിന്യമേറിയ വസ്തുവേത്? താഴെ പറയുന്നവയിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏത്? പ്ലാറ്റിനം, വജ്രം, കരിങ്കല്ല്, ഇരുമ്പ്. വജ്രമാണ് ശരിയായ ഉത്തരം. രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നും ഉടലെടുത്തത്? കഥകളി, കൂടിയാട്ടം, ചാക്യാർ കൂത്ത്, തോറ്റംപാട്ട്. രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നും ഉടലെടുത്തതാണ് ചാക്യാർ കൂത്ത്. ഷിയോനാഥ് നദി ഏത് സംസ്ഥാനത്തിലാണ്? കേരളം, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ആസാം. ഷിയോനാഥ് നദി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഛത്തീസ്ഗഡിലാണ്. പ്രകാശവർഷം എന്തിനെ സൂചിപ്പിക്കുന്നു? വേഗത്തെ, ദൂരത്തെ, സമയത്തെ, താപത്തെ. പ്രകാശവർഷം എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദൂരത്തെ സൂചിപ്പിക്കുന്നു. റൈമോണ റിസർവ് വനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അസം, ബീഹാർ, സിക്കിം, പഞ്ചാബ്. റൈമോണ റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് ആസമിലാണ്. ലോകാരോഗ്യ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1, ഏപ്രിൽ 7, നവംബർ 11,
ഡിസംബർ 19. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7-നാണ്. സാവർഗനികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ, ഗുജറാത്ത്, സിക്കിം, പഞ്ചാബ്. ഏത് സംസ്ഥാനത്താണ് സാവർഗനികൾ സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. പത്മശ്രീ അവാർഡ് ജേതാവായ ലക്ഷ്മി നന്ദൻ ബോറ ഏത് മേഖലയിലാണ് ഉൾപ്പെട്ടിരുന്നത്? സംഗീതം, ചിത്രരചന, സാഹിത്യം, നൃത്തം. ലക്ഷ്മി നന്ദൻ ബോറ സാഹിത്യത്തിലായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം നടന്നത് എപ്പോഴാണ്? 1912, 1911, 1914, 1913. ഒന്നാം ലോക മഹായുദ്ധം നടന്നത് 1914-ലായിരുന്നു. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏത് വൈറ്റമിൻ ആണ്? വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ, വിറ്റാമിൻ എച്ച്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ ഇരുമ്പുരുക്കുശാല ഏത്? ഛത്തീസ്ഗഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ പൊതുമേഖലാ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. സർദാർ പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളം, ബീഹാർ, ഗുജറാത്ത്, മണിപ്പൂർ. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. മുലപ്പാൽ ഉണ്ടാകുന്ന ഹോർമോൺ ഏതാണ്? മെലാനിൻ, ഓക്സിറ്റോക്സിൻ, റിലാക്സിൻ, പ്രൊലാക്റ്റിൻ. മുലപ്പാൽ ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് പ്രൊലാക്റ്റിൻ. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്? ക്യാൻസർ, കുഷ്ഠം, സ്കർവി, ന്യൂമോണിയ. നാവികരുടെ പ്ലേഗ് എന്ന അറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? കുച്ചിപ്പുടി, ഭരതനാട്യം, മാർഗംകളി, മോഹിനിയാട്ടം. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം ബന്ധപ്പെട്ടിരിക്കുന്ന കലാരൂപം? ചാക്യാർ കൂത്ത്, കഥകളി, കൂടിയാട്ടം. ഇവയൊന്നുമല്ല. ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥം ബന്ധപ്പെട്ടിരിക്കുന്ന കലാരൂപമാണ് കഥകളി. പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ ആരംഭിച്ച വർഷം? BC 776, AD 775, BC 234, AD 289. BC 776-ലാണെന്ന് കരുതപ്പെടുന്നു. ചൗരി ചൗര ഗ്രാമം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാർ, മേഘാലയ, കർണാടക, ഉത്തർപ്രദേശ്. ചൗരി ചൗര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം എവിടെയാണ്? സൗദി അറേബ്യ, യുനെസ്കോ, കെനിയ, ജപ്പാൻ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടിയുടെ ആസ്ഥാനം കെനിയയിലാണ്. മാവ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള സംസ്ഥാനം ഏത്? ചണ്ഡീഗഡ്, മിസോറാം, ത്രിപുര, ഹരിയാന. മാവ് ഔദ്യോഗിക വൃക്ഷമായിട്ടുള്ള സംസ്ഥാനമാണ് ചണ്ഡീഗഡ്. ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമാര്? നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റായി രേഖപ്പെടുത്തൂ. ചൈനീസ് ജനത സദേൺ ടിബറ്റ് എന്ന പേരിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഏത്? മിസോറാം, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, കാശ്മീർ. അരുണാചൽ പ്രദേശാണ് ശരിയായ ഉത്തരം. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗംഗ, പമ്പ, പെരിയാർ, യമുന. മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പ നദിയുടെ തീരത്താണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ല ഏത്? കോഴിക്കോട്, വയനാട്, പാലക്കാട്, മലപ്പുറം. ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ന്യൂഡൽഹി, ലക്നൗ, ഡെറാഡൂൺ, മുംബൈ. പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ലോകത്തിലാദ്യമായി പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചതാര്? MK ഹമീദ്, ജോസഫ് സ്റ്റാലിൻ, PM അബ്രഹാം, GN മാധവൻ നായർ. MK ഹമീദായിരുന്നു. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാര്? അമർത്യ സെൻ, അരവിന്ദ് പനഗരിയ, രാജീവ് കുമാർ, ക്രിസ്ത്യൻ ലൂയിസ്. അമർത്യാസനായിരുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് സഹായിക്കുന്ന രക്തകോശം ഏത്? അരുണ രക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. ഇവയൊന്നുമല്ല. ശ്വേതരക്താണുക്കളാണ്. ഏറ്റവും കുറഞ്ഞ ജീവിത ദൈർഘ്യമുള്ള ഷഡ്പദം ഏത്? ചിത്രശലഭം, ഈച്ച, കടന്നൽ, മൂട്ട. ഏറ്റവും കുറഞ്ഞ ജീവിത ദൈർഘ്യമുള്ള ഷഡ്പദമാണ് ഈച്ച. UNOയുടെ ചരിത്രത്തിൽ ആദ്യമായി പുറത്താക്കപ്പെട്ട അംഗരാജ്യം ഏതാണ്? ടോക്കിയോ, യൂഗോസ്ലാവിയ, തായ്വാൻ, നോർവേ. പുറത്താക്കപ്പെട്ട അംഗരാജ്യമായിരുന്നു യൂഗോസ്ലാവിയ. നോബൽ സമ്മാനം നൽകുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 10, നവംബർ 10, ജനുവരി 8, മാർച്ച് 4. നോബൽ സമ്മാനം നൽകി വരുന്നത് ഡിസംബർ 10-നാണ്. മാരിനേഴ്സ് കോമ്പസ് എന്ന ഉപകരണത്തിന്റെ ഉപയോഗം എന്ത്? രക്തസമ്മർദ്ദം അളക്കാൻ, വിമാനത്തിന്റെ ദൂരം അളക്കാൻ, നാവികർക്ക് ദിക്കറിയാൻ, സൂക്ഷ്മമായി ചെറിയ കാലയളവ് തിട്ടപ്പെടുത്താൻ. നാവികർക്ക് ദിക്കറിയാൻ. പാൻതെറാലിയോ എന്ന മൃഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് സിംഹം, കരടി, പുലി, മുതല. ഏത് മൃഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് പാൻതെറാലിയോ? സിംഹത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. നല്ല ആകൃതിയും വലിപ്പവും ഉള്ള സ്തനങ്ങൾ കാണപ്പെടുന്ന സ്ത്രീ സവിശേഷത. പക്വതയുള്ളവൾ, രതിവികാരം കൂടുതൽ, ഗൗരവ സ്വഭാവമുള്ളവൾ, വാചാലത കൂടുതൽ. രതിവികാരം കൂടുതൽ ഉള്ളവളായിരിക്കും.